ദ മൈൻഡ് ഈസ് എവറിത്തിങ്, വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള കോട്ടായിരിക്കും ഇത്. പക്ഷെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് ഒരുപാട് ഡീപ്പ് മീനിങ് ഉള്ളൊരു സാധനമാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ചില സമയത്ത് നമുക്ക് ക്രൈസിസ് ഉണ്ടാവാം, ലൈക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാം, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാം, അങ്ങനെ പല സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകും. ഇതിൽ നിന്നെല്ലാം നമുക്ക് തിരിച്ച് കയറി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും, ഈവൻ നമ്മുടെ അച്ഛനമ്മമാർ പോലും ചിലപ്പോൾ നമ്മുടെ എത്ര പോസിറ്റീവായിട്ട് സംസാരിച്ചാലും നമ്മുടെ മൈൻഡ് എങ്ങനെ അതിനെ എടുക്കുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആവുന്നത്. സോ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് എന്തിനെയാണ്? നമ്മുടെ മൈൻഡിനെയാണ്. നമ്മുടെ മൈൻഡ് എപ്പോഴും ഫോക്കസ്ഡ് ആൻഡ് ഷാർപ്പായിട്ടിരുന്ന് കഴിഞ്ഞാൽ എത്ര വലിയ ക്രൈസിസിലൂടെ നമ്മൾ കടന്നു പോയാലും നമുക്കെല്ലാം വിജയിച്ച് കയറി പോകാൻ പറ്റും. എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ നമ്മൾ ട്രേഡിങ്ങിനെ എടുക്കാം. ട്രേഡിങ്ങിൽ നമുക്ക് ലോസ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു, ആ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ, അതൊക്കെ നമ്മുടെ മൈൻഡാണ്. ആക്ച്വലി നമ്മൾ മൈൻഡ് ഗെയിമാണത്. ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ഗെയിമാണ്. നമ്മുടെ മൈൻഡ് എങ്ങനെ നമ്മളവിടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നമ്മൾ നിൽക്കുന്നോ അവിടെയാണ് നമ്മുടെ വിജയം വരുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത്. ഇപ്പം ചിലപ്പോൾ നമുക്കൊരാൾക്കൊരു ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ക്യാൻസർ അല്ലെങ്കിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക്, വാട്ടവർ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ, നമുക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ക്യൂർ ആവും. മുമ്പ് ഞാൻ കേട്ടുള്ളൊരു സ്റ്റോറിയാണ്, ഒരാൾക്കൊരു എയ്ഡ്സ് വന്നിട്ട് പുള്ളിക്കാരൻ അതിൽ നിന്ന് ക്യൂർ ആവുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എയ്ഡ്സ് വന്നു എന്ന് കരുതിയിട്ട് പുള്ളി അവിടെ തളരുന്നില്ല. പുള്ളി പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും വർക്കൗട്ടും മെഡിക്കേഷനിലൂടെയാണ് പുള്ളി ക്യൂർ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാകുന്ന പല അസുഖങ്ങൾക്കും നമ്മൾ ക്യൂർ ചെയ്യാൻ വേണ്ടി ഒരൊറ്റ സാധനമേ ഉള്ളൂ. നമ്മുടെ മൈൻഡ് നമ്മൾ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ 100% നമുക്ക് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും.